നമ്മുടെ നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പൊന്നോമനപുത്രൻ അഫാൻ. കൊച്ചിനാണെങ്കിൽ ഒട്ടും വയ്യപ്പം. ജയിലിനകത്ത് പാവം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാൻ. ഒട്ടും വയ്യ, ഭയങ്കര കരച്ചിലും, മനസ്സിനൊന്നും ഒരു ഇതില്ല, ഒരു സന്തോഷമില്ല, വിഷമം, ഭയങ്കരമായ വിഷമം. കുട്ടിക്ക് ഒട്ടും വയ്യ. അങ്ങനെ ഒരേ ദിവസവും അഫാൻ കരഞ്ഞ് കണ്ണീരൊഴുക്കണം. പോലീസൊക്കെ ആയെണ്ണം സമാധാനിപ്പിച്ച് നോക്കണം, കുട്ടി കേൾക്കണില്ല. ഉമ്മച്ചിയെ കാണണം, വാപ്പച്ചിയെ കാണണം. ഫർസാനെയൊന്നും കാണണമെന്ന് പറയണില്ല, ഫർസാനെ കാണണമെന്നേ പറയണില്ല. ഉമ്മായെയും വാപ്പായെയും വേണം. എനിക്ക് ജയിലിലെ ഫുഡ് വേണ്ട, എനിക്ക് നല്ല ഫുഡ് വേണം. പിന്നെ ശരിയാവണില്ല, എന്നെ ഇറക്കി, എനിക്കിതിനകത്ത് കിടക്കാൻ വയ്യ, എനിക്ക് ഇറങ്ങി പോകണം, എന്നെ ഇറക്കി വിട്, എനിക്ക് എൻ്റെ ഉമ്മച്ചിരിയും വാപ്പച്ചിരിയുടെയും പോയി താമസിക്കണം, പ്ലീസ് എന്നെ ഇറക്കി വിടൂ എന്നും പറഞ്ഞും കൊണ്ട് ഭയങ്കരമായ കരച്ചിൽ. ആ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്നാണ് പറയണത്. ഇനിയിപ്പം ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകണമെന്ന് അറിവുണ്ട്. ചികിത്സയ്ക്ക് കൊണ്ടുപോകും, ഉടനെ കൊണ്ടുപോകും. കുട്ടിയെ ചികിത്സിച്ച് നോക്കണ്ടേ, ഇനി തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, മെൻ്റൽ പ്രോബ്ലമൊക്കെ അഭിനയിച്ചതല്ലേ മെൻ്റലായിട്ടൊക്കെ. അപ്പം അതൊന്ന് നോക്കണം, നോക്കാതെ പറ്റൂല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ കൊന്നതല്ലേ. അപ്പോൾ പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാന്ന് നോക്കണ്ടേ. പൊന്നേ പോറ്റിയേന്നും പറഞ്ഞ് വെച്ചേക്കണല്ലേ. ക്ഷമിക്കുകയാണെങ്കിൽ സമാധാനമില്ല. അഫാൻ്റെ ഉമ്മാക്ക് സമാധാനക്കുറവ്, നല്ല സമാധാനക്കുറവുണ്ട്. മോനൊറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത. എന്തരായാലും റഹീമിന് വേണ്ടെന്ന് പറഞ്ഞു, അവനെ കാണുക പോലും ഇനി വേണ്ടെന്ന് പറഞ്ഞു. അവനെ പോയി കണ്ടതിന് ശേഷം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനി അവനെ കാണണ്ടെന്ന് പറഞ്ഞു. അവനെ കൊല്ലാൻ തന്നെ പറയണത്, അതാണൊരു തന്ത. പക്ഷേ ഉമ്മ പറയണു അവനെ വേണമെന്ന് തന്നെ വീണ്ടും പറയണത്. അത് പറ്റൂല. ഇപ്പം പറയണു പിന്നെ നമ്മൾ അഫാൻ കുട്ടൻ്റെ കല്യാണമൊക്കെ നടത്താൻ പോകണമെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബേഴ്സ് അത്രയും എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന അഫാൻ്റെ കല്യാണമായി. അങ്ങനെ പെണ്ണാരാണെന്ന് അറിയണ്ടേ? നമ്മളെ കഷായം ഗ്രീഷ്മ. ആ കൊച്ചി എന്നെ മതി. കാരണമെന്ന് പറഞ്ഞാലേ ഇങ്ങനെ ഉള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ ഫർസാനെയൊക്കെ ആയിരുന്ന ആ കൊച്ചൊരു പാവം, ഒരു തങ്കപ്പെട്ട കൊച്ച്. അതെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ പരിധിയിലും വീണ് കിടക്കുന്ന ഒരു കൊച്ചാണ്. അവൻ പറയണോ അല്ലേ, പൈസ വേണമെന്ന് പറയുമ്പോൾ പൈസ കൊടുക്കും, സ്വർണം വേണമെന്ന് പറയുമ്പോൾ സ്വർണം കൊടുക്കും. പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ പറയണത് അത്രയും കേൾക്കുന്നേ. അപ്പോഴത്തേക്ക് ഇതാവുമ്പം നല്ല ചുണക്കുട്ടിയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ എലിവിഷമല്ലേ കഴിക്കാൻ നോക്കിയത്, ഇച്ചിരി പുലം ഒരു നുള്ളു. കഷായം ഗ്രീഷ്മയാണെങ്കിലേ ഷാരോണിനെ കൊല്ലാൻ എന്തോന്ന് ചെയ്ത്, അവൾക്ക് വേണ്ടെന്ന് വെച്ചപ്പോൾ എന്തൊരു ഇത്, ഓളല്ലാത്ത വിഷമുണ്ടല്ലോ കൂടിയത്. അഫാൻ കുറഞ്ഞതാണ് മേടിച്ചത് കേട്ടാ. ബാക്കി എല്ലാവരെയൊക്കെ കൊന്നിട്ട് ചെറിയൊരു അടവ് പയറ്റിയത്. ഗ്രീഷ്മ നല്ല വിഷമാണ് ആ ജ്യൂസിൽ കലക്കി പെട്ടെന്ന് തീർന്നു. 2 ദിവസം ആ കുട്ടി കിടന്ന് നരകിച്ച് പെട്ടെന്ന് തീർന്നു. 4 വേണ്ടില്ല, തീർന്നു. ഇങ്ങനെ ഉള്ളവർ തന്നെ വേണം. ഞാൻ പറയണതും അതാണ്, ഗ്രീഷ്മയെ പോലെ ഉള്ളവർ തന്നെ വേണം. അതാകുമ്പോൾ നല്ല കൂടിയ വിഷമൊക്കെ, അവൾക്ക് ബുദ്ധിയുണ്ട്, അവൾ കലക്കി കൊടുക്കുന്നു. പിന്നെ ഫർസാനെ പോലെയൊന്നുമില്ല. ഫർസാനെ നിഷ്കളങ്കയായൊരു പെൺകുട്ടി. പക്ഷേ ഗ്രീഷ്മയാണെങ്കിൽ നല്ലതാണ്. ആ വേഷമൊക്കെ അങ്ങോട്ട് കലക്കി, എന്തെല്ലെങ്കിലുമൊക്കെ അങ്ങോട്ട് കലക്കി കൊടുത്തെന്ന് അവനെ പെട്ടെന്ന് തീർക്കുമെന്നേ ഒരു കണക്കിന് അതാണ് നല്ലത്. ഗ്രീഷ്മ ഒരു ദിവസം എൻ്റെ മോള് കണ്ടായിരുന്നു, അല്ല നെയ്യാറ്റിൻകര അവിടെ ഒരു കോടതിയിൽ വെച്ച് കണ്ടായിരുന്നു. ഇൻറ്റേൺഷിപ്പിന് പോയപ്പം ഗ്രീഷ്മയെ കണ്ട്. പുള്ളിക്കാരി മാസ്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരുടെ അടുത്തും ചിരിച്ച മുഖമാണ്. നല്ല കുട്ടിയാണ്, ചിരിച്ച മുഖം, മാസ്ക് വെച്ചിട്ടുണ്ട്. ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ കണ്ണിൻ്റെ ഒരു വ്യത്യാസം കാണാൻ മനസ്സിലാവും, മാസ്ക് വെച്ചിരുന്നാലും ചിരിക്കും. പാവം ഒരു കുട്ടി, തങ്കപ്പെട്ട കുട്ടി. നല്ലോണം അവൾ നന്നായിരിക്കണം, നല്ലോണം തടി വെച്ചെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫുഡുകളല്ലേ കിട്ടണത്.
ആ നെയ്യാറ്റിൻകര കോടതിയിൽ വെച്ചായിരുന്നു കേട്ടോ. നെയ്യാറ്റിൻകര കോടതിയിൽ അമ്മയെ കണ്ട്, അമ്മാവനെ കണ്ട്, അവളെ വീട്ടിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഗ്രീഷ്മ അടക്കം അട്ടക്കുളങ്ങരയാണല്ലോ. അങ്ങനെ അവിടെ വെച്ച് കണ്ട് മോളെ കണ്ടുകൊണ്ട് ചിരിച്ചേ. ഒരു സ്നേഹമുള്ള കുട്ടിയാണെന്നേ. പൊളിയാണ്, അഫാന് പൊളിയാണ്. നല്ല കാര്യം. അങ്ങനെ ഷെമി വിചാരിച്ചെന്താണ് ഇനിയിപ്പം സ്ത്രീധനവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ലല്ലോ. അതും ഒരൊറ്റ മോളാണ്. അപ്പം ഇതും ഇനിയിപ്പോൾ ഒരു മോനായില്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ വിചാരിച്ചായിരിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കടങ്ങളൊക്കെ തീർക്കാൻ ആ പാവ റഹീം കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ റഹീം ഇനി എത്ര നാൾ കിടന്ന് കഷ്ടപ്പെടണം ഈ ഉമ്മച്ചി വരുത്തി വെച്ച കടത്തിന്, മോനെ കൊണ്ട് ചെയ്യിച്ചതിന്. അപ്പം ഇതൊക്കെയാണ് നല്ല. ഇതാകുമ്പം ഒരു മോളേ ഉള്ളൂ, അത്യാവശ്യത്തിന് വകയൊക്കെ ജീവിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മതിയെന്ന്. അതാണ് നല്ലത്. ഇപ്പം അഫാ മോന് സന്തോഷമായി കാണും. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇറങ്ങണം. പോരെങ്കിൽ പുതിയ വീടൊക്കെ ഇനിയിപ്പോൾ കിട്ടും. അപ്പോഴിനി കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാന്നേ. വീട്ടിൽ കൊണ്ട് കയറാമല്ലോ. നമ്മളെ ഫർസാന മോളല്ലേ പോയുള്ളൂ. പറയണമെങ്കിൽ ഓർമ്മിക്കാൻ പോലും വയ്യ ആ കുട്ടീൻ്റെ കാര്യം. എൻ്റെ ഉമ്മരെയും വാപ്പാരെയും കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. അതുപോലെ അവൻ്റെ വലിയാപ്പാരെയും വലിയമ്മമാരെയും കാര്യം. അതുപോലെ ആ ഒരു വാപ്പുമ്മ. ഇങ്ങനെയുള്ള ഈ ദുഷ്ടന്മാരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആളുകളുണ്ടെന്നുള്ളതാണ്. ഈ കൊലയാളികളെ സപ്പോർട്ട് ചെയ്ത് വരണവന്മാരാ, മണ്ടയ്ക്കടിക്കണം യവന്മാരാ. ഇത്രയും ഇഞ്ചിഞ്ചായിട്ട് കൊന്നിട്ട്, ഓരോന്നിനെ ഇഞ്ചിഞ്ചായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ക്രൂരമായിട്ട് തലയ്ക്കടിച്ചു കൊന്ന ഈ ക്രിമിനൽ മൈൻഡുള്ള അവർക്കൊക്കെ ജീവിതം ഉണ്ടായിരുന്നടാ. അവരൊക്കെ ഇനി ആ 95 വയസ്സായെങ്കിലും ഇനി എത്രയും നാൾ അവർക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നിട്ടുണ്ട്. പടച്ചോൻ ഇട്ട ആയുസ് പടച്ചോൻ തന്നെ എടുക്കണേ എന്നുള്ളൊരു ചിന്തയിൽ കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. എടാ ദുഷ്ട, നീ മാത്രം എലിവിഷം ഞണ്ണിക്കൊണ്ട് നീ ഇരിക്കണം. നീ എലിവിഷം തിന്നിട്ട് നീ എന്താടാ ചാവാത്തത്? നീ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയല്ല. എന്തുകൊണ്ട്? നിൻ്റെ വയറ് കഴിവിക്കാനാ. നീ ചാവൂന്നും പറഞ്ഞ് നിന്നെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോയല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എലിവിഷമൊന്നും ഇല്ല. അതിനകത്തൊരു ശകലം ഇച്ചിരി ഒരു അംശം മാത്രം. എടാ നീ ചാവണമായിരുന്നടാ. നിനക്ക് വേറൊന്നും കിട്ടിയില്ല. നിനക്ക് എലിവിഷം തിന്നിട്ട് നിനക്ക് വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു? എത്ര പൊടി കുട്ടികൾ, 5-6 വയസ്സായ കുട്ടികൾ കയറി തൂങ്ങണടാ. നിനക്കെന്തൊരു കയറ് കിട്ടിയില്ലേ? നിനക്ക് ഈ എലിവിഷം, നീ എന്തിന് എലിവിഷം തിന്നത്? എലി പോലും ചാവൂലെന്ന് എലിവിഷം തിന്ന. പെരിച്ചാഴി, എലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചാവൂല. ഗ്രീഷ്മ ഉണ്ടാ, ഷാരോണിന് കൊടുത്താണ്ടാ കൂടിയ സാധനമാണ്. അതുകൊണ്ട് നമ്മളെ ഗ്രീഷ്മ മോള് തന്നെ കിട്ടണം അഫാന. ആ പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ട അത്രയും നീയും നിൻ്റെ ഉമ്മായും കൂടെ തീർത്തില്ലേടാ. എന്തോ ഒരു പാവം മനുഷ്യൻ. എത്ര നാൾ കിടന്ന് കഷ്ടപ്പെട്ടതാണ്ടോ നിനക്കൊക്കെ വേണ്ടി കിടന്ന് വലിച്ചു. ഒരു ദുശീലം ഇല്ലാത്തൊരു മനുഷ്യനല്ലേ. ആ മനുഷ്യനെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്നടാ നിന്നെ കാണണ്ടെന്ന് പറയണത്. നിന്നെ കാണേ വേണ്ട, നീ മരിക്കണമെന്ന് തന്നെ അറിയണം. നീ മരിക്കണമായിരുന്നടാ. നീ എന്തിനീ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കണ്? നിൻ്റെ ആൾക്കാർക്ക് ആർക്കും വേണ്ട, എല്ലെണ്ണത്തിനെയും തല്ലിക്കൊന്ന്. ഇനി നിൻ്റെ ലിസ്റ്റിലുണ്ടല്ല. നിൻ്റെ കയ്യാ കാല അടിച്ചോടിച്ചിട്ട് ഈ പോലീസന്മാരെ കൊണ്ടൊന്നും പറ്റൂല. അവിടെ പോലീസന്മാർ കുറ്റാന്വേഷണത്തിനൊക്കെ പോയി 3, 4, 5 ദിവസമൊക്കെ കിടക്കുമ്പോൾ ഇടിച്ച് ചതയ്ക്കണമായിരുന്നു, ഇഞ്ചപ്പരിവാക്കണവർ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഓരോ കമൻറ്റോളികൾ വരുമല്ലോ. എന്നിട്ട് കമൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയല്ലേരുന്നാടാ. നിൻ്റെ വാക്കും ചെല്ലും കേട്ട് സ്നേഹിച്ച ആ പെണ്ണിനെ നീ നശിപ്പിച്ച നീ കൊന്നില്ലേടാ. ക്രൂരമായിട്ട് നീ കൊന്നില്ലേടാ. നിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരു സഹോദരനുണ്ട്. ആ പെൺകുട്ടിയുടെ ഇളയതാണ്. ആ ഒരു സഹോദരനെ ഇല്ലാതായാലേ. ഉമ്മ ഇന്നേ വരെ എഴുന്നേറ്റിട്ടില്ലടാ. ആ ഉമ്മ കിടക്കണ്, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഗ്രീഷ്മയെ പോലെ ഉള്ളവർ എന്നെ കെട്ടണം. ഇത് ഉള്ളതാണോ കള്ളോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓരോരുത്തരെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ഗ്രീഷ്മയാണ് ഷെമി നോക്കി കല്യാണം കഴിപ്പിക്കണം എന്നാ മോനെ കൊണ്ട്. നീ ഇപ്പം കോടതിയിൽ ഹാജരാക്കും. നല്ല ചേലാണ്. ചിലപ്പോൾ ഉമ്മച്ചി മൊഴി മാറ്റും, അതിൻ്റെ അപ്പുറം മോനും മൊഴി മാറ്റും. 2 പേർക്കൂടെ വന്ന് സുഖവാസത്തിൽ വീടൊക്കെ വെച്ച് താമസിക്കുക. ആ കുടുംബത്തിലുള്ള ആളുകളെ മൊത്തവും തീർത്തല്ല. അതിൻ്റെയൊക്കെ പാവം ഇവൻ്റെ തലയ്ക്ക് മീതെ കിടന്ന് കറങ്ങണം. അവരെയൊക്കെ ആത്മാവ് തലയ്ക്ക് മീതെ നീ നോക്കിക്കോ.
നീ 5-6 ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. നീ ഇങ്ങനത്തെ ഇത്ര ദ്രോഹം ചെയ്ത നിന്നെ ഓരോരുത്തരെയും ജീവിക്കാൻ അനുവദിക്കാതെ നീ ചെയ്തില്ലേ? ഇങ്ങനെ തല്ലി കൊന്നില്ലേ? നീ ഇഞ്ചിഞ്ചാക്കി നീ കൊന്നില്ലേ? നീ ഓരോന്നിനെ അടിച്ചടിച്ചിടാ ഒരാണി ഇറക്കി കണക്കാണെന്ന് വിചാരിച്ചാൽ ഒരു മനുഷ്യ ജീവന് വിലയില്ലേ? ഈ കണ്ട ആളുകൾ അത്രയും നിനക്ക് പൈസ തന്നതിൻ്റെ നന്ദിയല്ലേടാ നീ കാണിച്ചത്? നീ തല്ലിക്കൊന്നത് എല്ലാവരും നിനക്ക് പണമല്ലേ തന്നോളൂ? നിനക്ക് സുഖിക്കാനായിട്ട് പണം തന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതിന് നീ എല്ലെണ്ണത്തിനെയും കൊന്നില്ലേടാ? കമൻറ്റോളികളെ നീയൊക്കെ ഇങ്ങോട്ട് വാ, കമൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ ആ കമൻ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ തരാം. കമൻറ്റോളികളെ കുറേ ബീബ താത്തായും കോപ താത്തായും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വാ.